വിശ്വാസിയെ ഒരാൾ കൊല ചെയ്താൽ, ഒരു മനുഷ്യനെ എന്ന് കാണിച്ചു തന്നാൽ ഇന്ന് ഞാൻ ഈ ആദർശം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഖുർആനിന്റെ പശ്ചാത്തലം, ഖുർആനിന്റെ വാചകം ഞാൻ എവിടെ നിന്നെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഖുർആനിന്റെ പശ്ചാത്തലം ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചാൽ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഹലോ, ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം. ഖുർആനിലെ അധ്യായം 5 32-ാമത്തെ ആയത്ത് അവൾ വായിക്കുകയാണ്. മൻ ഖത്തല നഫ്സൻ എന്നുള്ളത്, നഫ്സൻ എന്നത് ഒരു ശരീരം ഉദ്ദേശിക്കുന്നത്. അവിടെ അത് മാറ്റിയിട്ട്, അവിടെ മറച്ചിട്ട് മനഃപൂർവ്വം അത് മാറ്റിയിട്ട് മൻ ഖത്തല മുഅ്മിനൻ, ഒരു മുഅ്മിനിനെ ആരെങ്കിലും വധിച്ചാൽ, ഒരു മുസ്ലിമിനെ വധിച്ചാൽ എന്നേ പറയുന്നുള്ളൂ, ഒരു മനുഷ്യനെ വധിച്ചാൽ എന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെന്ന് തെളിയിച്ചാൽ ഇന്ന് ഈ പരിപാടി ഇവിടെ നിർത്തുന്നവൾ പറഞ്ഞത്. എടി ജാമിദേ, എന്റെ ശബ്ദം നീ കേൾക്കുമെന്നറിയില്ല, നീ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ പലപ്പോഴും അള്ളാഹു കഞ്ചാവ് അടിക്കുന്നു പറഞ്ഞിട്ട് കഞ്ചാവ് അടിച്ചിട്ട് വേദിയിൽ കയറിയിരുന്നിട്ട് ചിലക്കുന്ന ജാമിദേ, കള്ള പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നീ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ച് പോകും. അവസാനിച്ച് പോടി, ഇറങ്ങിപ്പോയി മേഖലയിൽ നിന്ന്. നീ ആരെയാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നീ ഈ സമൂഹത്തിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കാൻ, കുതിരിപ്പുണ്ടാക്കാൻ നിനക്കൊക്കെ പിറകുന്ന നല്ല പൈസ കിട്ടുന്നുണ്ടാവും അല്ലേ, നല്ല ക്യാഷ് കിട്ടുന്നുണ്ടാവും. ഈ സമൂഹത്തെ തമ്മിലെടുപ്പിക്കാൻ ഇല്ലാത്ത അർത്ഥം ഖുർആനിൽ വായിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിന്റെ ഈ വൃത്തികെട്ട പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ടം. നീ കഞ്ചാവേ, നീ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നീ എന്ത് തോന്നിയാസം നീ നമുക്കറിയാം. ജുമാ നിസ്കരിച്ച് കുറെ നാടകം കളിച്ചു, പിന്നെ സംഘപരിവാറിന്റെ വേദി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതിനുശേഷം യുക്തിവാദി വേദി പോയിട്ട് ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങൾ ആദർശം പറയാം, നിങ്ങൾക്ക് നിങ്ങൾ ആശയം പറയാം. പക്ഷേ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ സമൂഹത്തെ തമ്മിലെടുപ്പിക്കാൻ ഇമാതിരി തോന്നിയവാസം, ഇല്ലാത്ത അർത്ഥം അറബി വായിക്കുന്ന മറ്റുള്ള ജനങ്ങൾ വിചാരിക്കും, മറ്റുള്ള മുസ്ലിമുകൾ വിചാരിക്കും അവർ പറയുന്നത് സത്യമാണ്. ഖുർആൻ ഇത്രത്തോളം ഭീകരമായ ഗ്രന്ഥാണെന്ന് വിശ്വസിക്കും. ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് എന്റെ പേജിൽ ഫോളോ ചെയ്യുന്നേ. ആ സുഹൃത്ത് പോലും ഇവരുടെയൊക്കെ പ്രഭാഷണം കണ്ടിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരാ. കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ സുഹൃത്തിനൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. അവർക്ക് വിചാരിക്കുന്ന മുസ്ലിങ്ങൾ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവരാ. കാരണം ഇവളെ പോലെയുള്ള തെമ്മാടിത്തരം ചെയ്ത ആളുകൾ ഇവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യും. അറബി വായിക്കും, അറബി വായിച്ചിട്ട് അർത്ഥം പറയും. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഇവർ പറയുന്ന കാര്യമാണെന്ന്. കളവ പറഞ്ഞത് എന്താ സംഭവിച്ചത്? മൻ ഖത്തല നഫ്സൻ, ഒരു ശരീരത്തെ ആരെങ്കിലും വധിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നഫ്സൻ എന്നത് മാറ്റിയിട്ട്, അതായത് നഫ്സൻ എന്നർത്ഥം ശരീരം എന്നാണ്, അത് മാറ്റിയിട്ട് മുഅ്മിനൻ, ഒരു മുസ്ലിമിനെ വധിച്ചാൽ എന്ന് മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ എന്ന് പച്ചക്കള്ളം പറഞ്ഞു. അതവിടെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവർ പറയുക അത് തെളിയിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. ഇതാ എന്റെ ഈ വീഡിയോയുടെ കൂടെ ആ ഖുർആന്റെ അറബി ആയതുകൊണ്ട് അതിന്റെ മലയാള വ്യാഖ്യാനമുണ്ട്. അത് കണ്ടിട്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സുഹൃത്തുക്കളുണ്ടാവും, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരുണ്ടാവും. അവർ മനസ്സിലാക്കണം, ഇതുപോലെയുള്ള ആളുകളാണ് നമ്മളെ മനുഷ്യരെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് മതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവളെ പോലെയുള്ള ഉഡായിപ്പിനെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് സമയത്ത് ഒന്നുകൂടി കഞ്ചാവ് ജാമിദേ, കഞ്ചാവ് ജാമിദേ, നീ പലപ്പോഴും അല്ല കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് നീയാണ് മുഴുക്കഞ്ചാവ്. നീ ഇന്നത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്ന പറഞ്ഞു. ഇത് അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിച്ചിട്ട് നീ നിന്റെ പാട്ടിന് പോകണം എന്ന് മാത്രം പറയുന്നതിനോട്